കഴിഞ്ഞ ദിവസം കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അജണ്ടയിൽപ്പെടാത്ത വിഷയം ചർച്ച ചെയ്യണമെന്നുന്നയിച്ച് LDF പാർലമെന്ററി പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അജണ്ടയിൽപ്പെടാത്ത വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ച് LDF പാർലമെന്ററി പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. നഗരസഭയുടെ 40-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി 2-ാം വാർഡിലേക്ക് മാറ്റണമെന്ന നിയമവിരുദ്ധമായ ആവശ്യം ഉന്നയിച്ചായിരുന്നു സംഘർഷം. ബോധപൂർവം ചെയർമാന്റെ ചേംബറിലേക്ക് പാഞ്ഞെടുത്ത LDF കൗൺസിലർമാർ ചെയർമാനെ ജാതീയമായി അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നും ലീഗ് ചെയർമാനെ രക്ഷിക്കുവാൻ ശ്രമിച്ച UDF കൗൺസിലർമാരെയും ആക്രമിക്കുകയായിരുന്നുവെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇർഷാദും ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിലും ആവശ്യപ്പെട്ടു. CDNet ന്യൂസ് കായംകുളം.